അപ്പോൾ നമ്മുടെ നാടൻ രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള പരിപ്പ് വടയാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനായി ഞാൻ 2 ബൗൾ വടപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ നന്നായി കഴുകി 4 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വയ്ക്കണം. നാല് മണിക്കൂറിന് ശേഷം നമ്മൾ ആ പരിപ്പ് വാരാൻ വയ്ക്കുക. നന്നായി വാർന്നതിന് ശേഷം വെള്ളമില്ലാണ്ട് അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി അടിച്ചെടുക്കുക. പരിപ്പ് ഇതുപോലെ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, പാകത്തിന് അതിൽ ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കുക. ഒരു കഷ്ണം ഇഞ്ചി, ഒരു സബോള, 5-6 പച്ചമുളക്, കുറച്ച് വേപ്പില എന്നിവ എടുത്തിട്ടുണ്ട്. ജാറിൽ ഒന്ന് കറക്കിയെടുക്കാം. ഇത് നമ്മൾ അടിച്ചു വെച്ച ആ പരിപ്പിലേക്ക് നമ്മൾ ഇത് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ആക്കി എടുക്കുക. ഇനി നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ചെറിയ ഉരുളകളാക്കിയിട്ട് കയ്യിൻ്റെ അടിയിൽ വെച്ചിട്ട് തന്നെ നന്നായി നല്ല ഷേപ്പിൽ പരത്തി നമ്മൾ എന്ത് ചെയ്യണം, അത് എണ്ണയിലേക്ക് ഇടണം. അതിനുശേഷം നമ്മളിത് നന്നായി 2 സൈഡും മൊരിയിച്ച്, നമുക്ക് ആ മൊരിച്ചത് കണ്ടാലറിയാം, അതുപോലെ നന്നായി മൊരിയിച്ച് എടുത്ത് വയ്ക്കും. 2 സൈഡും ഇതുപോലെ മൊരിയായി വരുമ്പോൾ അത് നമ്മൾ വാറ്റി എടുത്ത് വയ്ക്കുക. അതുപോലെ എല്ലാവരും ഇതുപോലെ ചെയ്യും. അങ്ങനെ നമ്മുടെ പരിപ്പ് വട തയ്യാറായി കഴിഞ്ഞു. നല്ല ക്രിസ്പിയും ടേസ്റ്റും ഒക്കെയാണ്. ചായയുടെ കൂടെ ഇതിലും നല്ല ഒരു പലഹാരം നമുക്ക് വേറെ ഉണ്ടാവില്ല. അതുപോലെ നല്ല ഒരു ടേസ്റ്റുള്ള പലഹാരമാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്.